ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രതി മുരാരി ബാബു കസ്റ്റഡിയിൽ. ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ ഇന്നലെ അർദ്ധരാത്രിയാണ് പെരുന്നയിലെ വീട്ടിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അമൽ, SITയുടെ നിർണായക നീക്കമാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. മുരാരി ബാബുവിനെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? ഏത് തരത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? അമൽ, ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള വാർത്ത മാതൃഭൂമി ന്യൂസ് നൽകിയിരുന്നു. കസ്റ്റഡിയിൽ എടുക്കുക മാത്രമല്ല, അറസ്റ്റും ഉറപ്പായും ഉണ്ടായേക്കും. മുരാരി ബാബു ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം തന്നെ അതിൽ പങ്കുള്ള ഒരാളാണ് എന്നുള്ള ആ വിവരം നേരത്തെ ഉണ്ടായിരുന്നു. ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റുന്നത്, അതായത് രേഖകളിൽ ചെമ്പാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളുകളിൽ ഒരാളാണ് മുരാരി ബാബു. മുരാരി ബാബുവിനെ ഇന്നലെ പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അധികം വൈകാതെ തിരുവനന്തപുരത്തുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മുരാരി ബാബുവിനെ എത്തിക്കും. അതിനുശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലിന് ശേഷം മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി തെളിവെടുപ്പ് വേണമെങ്കിൽ കൊണ്ടുപോയുള്ള തെളിവെടുപ്പിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മുരാരി ബാബുവിനെയും അതോടൊപ്പം തന്നെ നിലവിൽ കസ്റ്റഡിയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വെവ്വേറെ ഇരുത്തിയും ഒരുമിച്ചിരുത്തിയും ചോദ്യം ചെയ്യും. മറ്റ് ഈ പറയുന്ന പ്രതിപട്ടികയിൽ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ 9 പേർ കൂടിയുണ്ട്. മുരാരി ബാബു ഉൾപ്പെടാതെ 9 പേർ കൂടിയുണ്ട്. ആ 9 പേരും ക്രൈംബ്രാഞ്ചിന്റെ നിരീക്ഷണത്തിലാണ്. കോടതിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ശക്തമായ നിരീക്ഷണങ്ങളാണ് ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കങ്ങൾ വേണം എന്നുള്ള തരത്തിലുള്ള ചില ഇടപെടലുകൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ അന്വേഷണ സംഘം അതീവ ജാഗ്രതയിലാണ്. ഈ പറയുന്ന 9 പേരും നിരീക്ഷണത്തിൽ, കൂടുതൽ ആളുകളെയും കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ രേഖകൾ മാറ്റി, സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി ഇവിടെ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് ചെമ്പാണ് എന്ന് തിരുത്തിയ ആളുകളുണ്ട്. ഇവരെ അടക്കം നിരീക്ഷണത്തിലുണ്ട്. ഇവരെ കൂടി കസ്റ്റഡിയിൽ വരും ദിവസങ്ങളിൽ എടുത്തേക്കും. നിലവിൽ എന്തായാലും ഏറ്റവും നിർണായകമായ നീക്കം SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ളതാണ് ഇപ്പോൾ SIT സംഘം പ്രതീക്ഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ദിവസങ്ങൾ കഴിയുന്നുവെങ്കിലും ഇതുവരെയും എവിടെയെങ്കിലും കൊണ്ടുപോയൊരു തെളിവെടുപ്പ് ഉണ്ടായിരുന്നില്ല. ശബരിമലയിൽ നിന്നും കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികൾ ആദ്യം ബംഗളൂരുവിലേക്കും അതിനുശേഷം പിന്നീട് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയി ദിവസങ്ങൾ അവിടെയെല്ലാം സൂക്ഷിച്ച ശേഷമാണ് പിന്നീട് സ്മാർട്ട് ക്രിയേഷനിൽ ചെന്നൈയിലെത്തിച്ച് ഇത് ഒരുക്കി എന്നുള്ളതാണ് ഇവരുടെ മൊഴി. പക്ഷേ ആ സ്വർണ്ണപ്പാളികൾ ഒരുക്കി എന്നുള്ള കാര്യം ഇതുവരെയും ഈ സ്പെഷ്യൽ പ്രത്യേക അന്വേഷണ സംഘം ഉറപ്പിക്കുന്നില്ല. അങ്ങനെ അതിൽ കൃത്രിമം നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിൽ ഇവർക്കെല്ലാവർക്കും പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത്. ചോദ്യം ചെയ്യൽ വളരെ നിർണായകമാണ്. അധികം വൈകാതെ തന്നെ തിരുവനന്തപുരത്തെ ഓഫീസിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം 2 SP-മാരുണ്ട്. SP-മാരുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. SP ബിജോയ്, അതോടൊപ്പം തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന SP ശശിധരൻ, 2 പേരും ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. ആ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ ഈ പറയുന്ന മുരാരി ബാബുവിനെയും എത്തിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നത്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ള വിവരം ഇന്നലെ തന്നെ മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു കണ്ണിയാണ് മുരാരി ബാബു. അതിനാൽ തന്നെ മുരാരി ബാബുവിന്റെ തീർച്ചയായും അമൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ തുടക്കം മുതൽ നൽകുന്നത് മാതൃഭൂമി ന്യൂസ് ആണ്. എന്താണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംഭവിച്ചത് എന്നുള്ളത് തെളിവ് സഹിതം, ദൃശ്യങ്ങൾ സഹിതം ഈ മുരാരി ബാബുവിന്റെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതും ഉൾപ്പെടെയുള്ള, അതായത് ഈ സ്വർണം ചെമ്പാക്കിയ ചെപ്പടി വിദ്യ എങ്ങനെയാണ് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഓരോ ദിവസവും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇനിയും ഇതിൽ ഉൾപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും ദേവസ്വം ബോർഡ് പലതും പറഞ്ഞ് കൈ കഴുകാൻ ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ മാത്രം തട്ടിപ്പാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം ഗൂഢാലോചനയാണ് എന്ന് പറയുമ്പോൾ പോലും SIT ടീം കൃത്യമായി ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്, റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ആ ഗൂഢാലോചനയിൽ ആരൊക്കെ കണ്ണി ചേർന്നു എന്നുള്ള വിവരമാണ് ഇനി ലഭിക്കാനുള്ളത്. ഇപ്പോൾ മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ നിർണായകമായിട്ടുള്ള ആ വിവരങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘത്തിന് ഉടൻ എത്താനാകും എന്ന് നമുക്ക് കരുതാമല്ലേ അമൽ? കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമായി ഇത്തരത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് നടത്താൻ കഴിയില്ല. പ്രത്യേകിച്ചും ശബരിമല പോലെയുള്ള ഒരു സ്ഥലത്തു നിന്നും അവിടെ നിന്നും കൊണ്ടുപോകണമെങ്കിൽ രേഖകളിൽ കൃത്രിമം കാണിച്ച്
സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി അത് ചെമ്പാണ് എന്നുള്ള രേഖകൾ ഉണ്ടാക്കി അവിടെ നിന്നും ആ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി അത് കുറെ അധികം ദിവസം കസ്റ്റഡിയിലെടുത്ത് തിരുവാഭരണ കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഒപ്പമില്ലാതെ ഇത്രയും ദിവസം അത് സ്വന്തം കസ്റ്റഡിയിൽ വെച്ച് പല ആളുകൾക്ക് മുന്നിൽ കാഴ്ചവെച്ച് ഇങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഉന്നത നേതൃത്വത്തിന്റെയും ഇടപെടലില്ലാതെ നടക്കില്ല. ദേവസ്വം ബോർഡിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ല എന്ന് പറയുന്നത് അടക്കമുള്ള വിവരങ്ങളിൽ ഇപ്പോഴും ഒരു പൂർണ്ണമായ വ്യക്തതയില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡ് മാറുകയാണ്. കഴിഞ്ഞ ദിവസം കോടതിയുടെ നിരീക്ഷണവും അത്തരത്തിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് കോടതി ഇപ്പോഴും ചോദിക്കുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരുത്താൻ ഈ പറയുന്ന മുരാരി ബാബുവിന്റെ ചോദ്യം ചെയ്യലിലൂടെ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു അവതാരം എങ്ങനെ ശബരിമലയിൽ എത്തി എന്നുള്ളതും ശബരിമലയിൽ എങ്ങനെ ഇത്രയ്ക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും പ്രധാന ചോദ്യമായി നിലനിൽക്കുന്നു. ആരുടെയും സഹായമില്ലാതെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട നേതൃത്വത്തിന്റെ ദേവസ്വം ബോർഡിന്റെ സഹായമില്ലാതെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ ഒരാൾക്ക് ശബരിമലയിൽ ഇങ്ങനെ എത്താൻ കഴിഞ്ഞു, അതോടൊപ്പം തന്നെ അവിടെ പറ്റിപ്പിടിച്ച് ഇത്തിൽ കണ്ണിയെ പോലെ വളരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഈ പറയുന്ന മുരാരി ബാബുവിന് കഴിയും എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണക്കാക്കുന്നത്. ഈ മുരാരി ബാബുവിൽ മാത്രം ഒരുപക്ഷെ ഈ കസ്റ്റഡി ഒതുക്കി നിൽക്കാനുള്ള സാധ്യത കാണുന്നില്ല. മുരാരി ബാബുവിന് ശേഷം ഇനിയും നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 9 പേർ കൂടി ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കം ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. നിലവിൽ എന്തായാലും മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യുക, വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് നടപടികളിലേക്ക് പോകാം എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. തീർച്ചയായും അമൽ, നമ്മൾ കരുതുന്നതും അത് തന്നെയാണ്. പടിപടിയായി ഈ ഓരോ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഇതുപോലെ ഈ സ്വർണ്ണക്കൊള്ള, വലിയ കോടികളുടെ സ്വർണ്ണക്കൊള്ളയാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഗുരുതര ക്രമക്കേടാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ നേരത്തെ അമൽ സൂചിപ്പിച്ച പോലെ തന്നെ അവതാരങ്ങൾ ഒന്നല്ല, ഒരുപാടുണ്ട്. ഇതിൽ അവതാരമായി നമ്മൾ ആദ്യം കേട്ട പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതാണെങ്കിൽ പിന്നാലെ നമ്മൾ നാഗേഷിന്റെ പേര് കേൾക്കുന്നു, കൽപേഷിന്റെ പേര് കേൾക്കുന്നു. അങ്ങനെ ഇതിൽ കണ്ണി ചേർക്കപ്പെടേണ്ട ഒരുപാട് കള്ളന്മാരുണ്ട് എന്നുള്ളതാണ്. അതായത് വലിയ സ്വർണ്ണക്കൊള്ളയിൽ ഇത് ഒരിക്കലും, ഇപ്പോൾ തന്നെ നോക്കൂ, മുരാരി ബാബു ഈ മഹസറിൽ എഴുതി വലിയ കൃത്രിമം, അത് ഒരിക്കലും ഇയാൾ മാത്രമാണ് ഇതിൽ പങ്കാളി ആയിട്ടുള്ളത് എന്ന് നമുക്ക് കരുതാനാകില്ല. ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ദേവസ്വം ബോർഡ് തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്ന സാഹചര്യം, അതിലേക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ഹൈക്കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. അമൽ, വരും മണിക്കൂറുകളും വരും ദിവസങ്ങളും നിർണായകമാണ്. കസ്റ്റഡി കാലാവധി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത് 30-ാം തീയതിയാണ്. അതുവരെയുള്ള സമയം പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ആ സമയത്തിനുള്ളിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആദ്യം പൂർത്തിയാക്കുക. എന്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ഇത്രയും ദിവസവും പുറത്തു കൊണ്ടുപോയി തെളിവെടുപ്പില്ലാത്തത് എന്നൊരു സംശയം സ്വാഭാവികമായും വരുന്നതാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു തീരുമാനം നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുക, നിർണായകമായ വിവരങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ശേഖരിക്കുക. അതിനുശേഷം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഈ പ്രതിപട്ടികയിൽ നിലവിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളുണ്ട്. ഒന്ന് കട്ടളപ്പാളി കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസ്, അതോടൊപ്പം ഈ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ്. ഈ 2 കേസിലെ എഫ്ഐആറിലും വിശദമായി തന്നെയുള്ള അന്വേഷണം നടക്കുന്നു. ഈ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട 10 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുമുണ്ട്. ഇതിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അപ്പോൾ മറ്റുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി അന്വേഷിക്കുക എന്നുള്ളത് ഈ കേസന്വേഷണത്തിൽ നിർണായകമാണ്. അതിന്റെ ആദ്യ പടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിർണായകമായ ഒരു നീക്കം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം അനന്ത സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെ ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അനന്ത സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കുകയാണ് ചെയ്തത്. ഇനിയിപ്പോൾ വീണ്ടും ഈ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ട്. കാരണം അനന്ത സുബ്രഹ്മണ്യമാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ, മുരാരി ബാബു അടക്കമുള്ള ആളുകൾ ഈ എഴുതി തയ്യാറാക്കി നൽകിയ രേഖയുടെ അടിസ്ഥാനത്തിൽ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്നും കൊണ്ടുപോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി ഏറ്റുവാങ്ങിയത് ഈ പറയുന്ന അനന്ത സുബ്രഹ്മണ്യമാണ്. അപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യലടക്കം ഉണ്ടാകാനുള്ള സാധ്യത. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യനെ നേരത്തെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പക്ഷേ ഇനി മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇനി ആരൊക്കെയാണ് ഇതിലേക്ക് വരുന്നത്? ഈ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള പങ്ക് കൃത്യമായിട്ട് തന്നെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.